നാച്ചുറോപ്പതി കേരളയിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ കാണുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമായി തോന്നുന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിലേക്കും അവരുടെ ഗ്രൂപ്പുകളിലേക്കും ബന്ധുമിത്രാദികളിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്യണം. ശ്വാസം മുട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആസ്മ എന്ന് വിളിക്കുന്ന വളരെ പ്രയാസകരമായ ഒരവസ്ഥ ജീവിതത്തിൽ തരണം ചെയ്തിട്ടുള്ളവർക്ക് എന്താണ് അതിൻ്റെ പ്രയാസമെന്ന് അറിയണമെങ്കിൽ അത്തരം ഒരു അവസ്ഥ ജീവിതത്തിൽ തരണം ചെയ്യണം. അത്ര ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയാണ് ആസ്മ അല്ലെങ്കിൽ ശ്വാസം മുട്ട്. എൻ്റെ ജീവിതത്തിൻ്റെ കരിയറിനെ ടേൺ ചെയ്ത അല്ലെങ്കിൽ എൻ്റെ ടേണിംഗ് പോയിൻ്റായി മാറിയ ഒന്നാണ് ആസ്മ എന്ന് പറയുന്നത്. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഞാൻ അനുഭവിച്ച ശ്വാസം മുട്ട് ആസ്മ എൻ്റെ ജീവിതത്തിൻ്റെ വഴിയെ തിരിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ, അന്ന് എല്ലാവിധ ചികിത്സകളും അലോപ്പതി, ആയുർവേദം, ഹോമിയോ അങ്ങനെ നിരവധി ചികിത്സകൾ നിരവധി ഡോക്ടർമാരുടെ ഇടയിൽ പോയി അവരെ കണ്ട് ചികിത്സ ചെയ്തു. അവസാനം ഞാൻ തിരിച്ചറിഞ്ഞ് ഇതിലൊന്നും ശ്വാസം മുട്ട് ആസ്മ പൂർണ്ണമായി പരിഹരിക്കാനോ മാറ്റാനോ കഴിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ പ്രകൃതി ചികിത്സ ചെയ്യുന്നതും പ്രകൃതി ചികിത്സയിലൂടെ അത്ഭുതകരമായി എൻ്റെ രോഗം മാറുന്നതും. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ആസ്മ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണത് മാറുന്നതിന്, എങ്ങനെയാണത് മാറ്റാൻ കഴിയുന്നത്, എങ്ങനെയാണ് അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നത്, മരുന്നുകൾ കൂടാതെ ഇൻഹേലർ കൂടാതെ എങ്ങനെയാണ് ജീവിക്കാൻ കഴിയുന്നത് എന്ന് പറയാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. അതിന് എളുപ്പവഴിയോ കുറുക്കുവഴിയോ ഒന്നുമല്ല, ജീവിത രീതിയിൽ വ്യത്യാസപ്പെടുത്തുകയും മതിയാവുകയുള്ളൂ. ഞങ്ങൾ ഈ പ്രകൃതി ചികിത്സാലയം ഞാൻ ആരംഭിച്ചിട്ട് 1990 മുതൽ ഇന്ന് ഏതാണ്ട് 34 വർഷം പിന്നിടുകയാണ്. ഇപ്പോൾ ഈ 34 വർഷത്തിനിടയിൽ ഞങ്ങളുടെ അനുഭവം, ആയിരക്കണക്കിന് ആസ്മ രോഗികൾ എൻ്റെ അടുത്ത് ചികിത്സയ്ക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ ആസ്മ രോഗം മാറി പ്രകൃതി ചികിത്സ ആശുപത്രി തുടങ്ങിയതുകൊണ്ടും ഒരു പ്രകൃതി ചികിത്സനായി മാറിയതുകൊണ്ടും എൻ്റെ അടുത്ത് ധാരാളം ആളുകൾ ആസ്മയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. അതിൽ 90% ആളുകൾക്കും ഇപ്പോൾ, അത് മുമ്പ് ഈ ഇൻഹേലർ ഒന്നുമില്ല, അന്ന് വളരെ കഷ്ടപ്പെടുന്ന അവസ്ഥയാണ് രോഗികൾ. വാസ്തവത്തിൽ ഈ ഇൻഹേലറിൻ്റെ കണ്ടുപിടുത്തവും അതുപോലെ തന്നെ ആസ്മയ്ക്കുള്ള പല മരുന്നുകളും ഇന്നത്തെ പോലെ അന്ന് സുലഭമല്ല, പ്രത്യേകിച്ച് ഇൻഹേലർ അല്ല. അപ്പോൾ ഇൻഹേലർ അന്ന് ലഭ്യമല്ലാത്തതുകൊണ്ട് എന്നെപ്പോലെയുള്ള ആളുകൾ ജീവൻ മരണ പോരാട്ടത്തിലാണ്. ഒന്ന് ശ്വാസം കിട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്ന, ഞാനൊക്കെ ജനൽ കമ്പികളിൽ ഇങ്ങനെ പിടിച്ച് തൂങ്ങിക്കിടന്ന് വലിച്ച ദിവസങ്ങൾ ഓർമ്മിക്കുന്നുണ്ട്. എൻ്റെ ധാരാളം രോഗികളും കണ്ടിട്ടുണ്ട്. ഒന്നും ഇൻഹേലർ ഇല്ല, എവിടെയെങ്കിലുമൊക്കെ കാണുമെങ്കിൽ നമ്മുടെ നാട്ടിൽ സുലഭമല്ല. എന്നാൽ ഇന്ന് ഇൻഹേലറൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് ശ്വാസനാളങ്ങൾ തുറക്കുകയും കഫം ഒന്ന് ഒതുങ്ങിക്കിട്ടുകയും അതിൻ്റെ ഫലമായിട്ട് ശ്വാസം കൂടുതൽ ഉൾക്കൊള്ളാനുള്ള കഴിവ് കിട്ടുകയും രക്ഷപ്പെടാനും ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഉപയോഗത്തെ ഒന്നും എതിർക്കുകയല്ല ചെയ്യുന്നത്. പക്ഷേ അതൊന്നും ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്ന വഴിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്താണ് ഇതിൻ്റെ പോംവഴി? 2 കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ട് നിങ്ങൾ അറിയേണ്ടത്. ഒന്ന്, നിങ്ങൾ ഭക്ഷണ ക്രമീകരണത്തിലൂടെ നിങ്ങളുടെ ശരീരത്തിന് അധിക വണ്ണം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം. 2, നിങ്ങളുടെ ലങ്സിൻ്റെ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം. ഈ 2 കാര്യമാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ കോവിഡ് വന്ന് ധാരാളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടല്ലോ. മരണപ്പെട്ടതിൽ പല ആളുകളും ഈ ശ്വാസകോശ സംബന്ധമായ രോഗമുള്ളവർക്ക് വളരെ പ്രയാസം അനുഭവപ്പെട്ട് അവരാണ് വെന്റിലേറ്ററിലേക്ക് പോകേണ്ടി വരികയും മറ്റുമൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ലങ്സ് കപ്പാസിറ്റി വികസിപ്പിക്കത്തക്ക തരത്തിലുള്ള എക്സസൈസുകൾ ആ കാലത്ത് ഞങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എൻ്റെ രോഗികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയും അവർ അത് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കത്തക്ക തരത്തിലുള്ള പ്രാണായാമങ്ങൾ, ചില എക്സസൈസുകൾ, എയറോബിക് എക്സസൈസുകൾ, ഇവയൊക്കെ വളരെ ഫലപ്രദമാണ് ആസ്മ രോഗത്തെ ചെറുക്കാനെന്ന് അറിയുക. രണ്ടാമത്, ബ്രോങ്കൈൽ ആസ്മയാണ് പലർക്കും ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടത് തീർച്ചയായിട്ടും ഏതെങ്കിലും അലർജി വസ്തുക്കളാണ് അതിൻ്റെ ഘടകം. അപ്പോൾ അലർജി ഉള്ള ആളുകൾ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക. മിക്ക കേസുകളിലും ഞങ്ങൾ കാണുന്നത് അകത്താണ് പ്രശ്നം, പുറത്തല്ല. ഞങ്ങൾ പറയും വെടിമരുന്ന് അകത്താണ്, തീപ്പൊരിയാണ് പുറമേയുള്ള പല അലർജി ഉണ്ടാക്കുന്നതെന്ന് പറയുന്ന വസ്തുക്കളും. അപ്പോൾ അകം ശുദ്ധിയാക്കിയാൽ, അതായത് പുറം ശുദ്ധിയല്ല വേണ്ടത്, അകം ശുദ്ധിയാക്കിയാൽ ഉറപ്പായിട്ടും ഈ പ്രശ്നങ്ങളെ കുറേയേറെ പരിഹരിക്കാൻ കഴിയും. എന്നാലും അലർജി പലർക്കും നിൽക്കും. പുകയടിക്കുമ്പോൾ, പിന്നെ മാറാല തട്ടുമ്പോൾ, പഴയ പുസ്തകങ്ങൾ തുറക്കുമ്പോൾ, പഴയ തുണികൾ അടുക്കുമ്പോൾ, മുറി തൂത്തുവാരുമ്പോൾ അവർക്ക് ഒന്ന് മാസ്ക് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ നനഞ്ഞ വെള്ളം നനച്ചതിന് ശേഷം പൊടി തുടയ്ക്കുക, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഈ അലർജിയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള കാര്യം. പക്ഷേ എന്നാൽ അവർക്ക് പോലും അകം ശുദ്ധി വരുത്തിയാൽ, കഫവർദ്ധമായ സാധനങ്ങൾ ഒഴിവാക്കിയാൽ, പലർക്കും പാലിനോട് അലർജി ഉണ്ടെങ്കിൽ പാല് തീർച്ചയായിട്ടും അവർ ഒഴിവാക്കണം. പാൽ ഒഴിവാക്കണം. ചിലർക്ക് മുട്ട കഴിക്കുന്ന അലർജി ഉണ്ടാകുന്നുണ്ട്, അവർക്ക് അത് ഒഴിവാക്കണം. ചിലർക്ക് ചില മത്സ്യങ്ങൾ കഴിച്ചാൽ അലർജി ഉണ്ടാകുന്നുണ്ട്.
അത്തരം കാര്യങ്ങൾ ഒഴിവാക്കണം. ചിലർക്ക് എന്തിനാ പറയുന്നത്, ചില ഫ്രൂട്ട്സ് തന്നെ കഴിച്ചാൽ അവർ പറയും ഫ്രൂട്ട്സ് കഴിച്ചാൽ എനിക്ക് ശ്വാസം മുട്ട് വരുമെന്ന് പറയും. ആ ഫ്രൂട്ട്സ് തന്നെ ചിലർക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അവരെ ഭക്ഷണത്തെ ക്രമീകരിക്കണം. അത് ഞങ്ങൾ പരിശീലിപ്പിക്കുന്നുണ്ട്. ഏത് തരത്തിലുള്ള അലർജി ആണെങ്കിലും ഇവിടെ കുറയുന്നുണ്ട്. ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റിൽ നല്ല വ്യത്യാസം അതിൽ കിട്ടുന്നുണ്ട്. ആസ്മയുടെ ഇവിടെ വരുന്ന രോഗികളിൽ 90% ഇൻഹേലറും മരുന്നുകളും ഒഴിവാക്കിയാണ് ഇവിടുന്ന് പോകുന്നത്. ആരോഗ്യത്തോടുകൂടി അവർക്ക് ജീവിക്കാൻ കഴിയുന്നൊരു അവസ്ഥ ഉണ്ടാക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ടേണിംഗ് പോയിൻ്റായിട്ട് മാറിയിട്ടുള്ള എൻ്റെ ഈ ആസ്മ പൂർണ്ണമായി മാറി വർഷങ്ങളോളം 10-25 വർഷക്കാലത്തോളം പ്രകൃതി ജീവനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രകൃതി ഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ടിരുന്നു. ഇനിയും പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആ കാലഘട്ടങ്ങളിൽ ഞാൻ പൂർണ്ണമായിട്ടും പ്രകൃതി ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പച്ചക്കറികളും പഴങ്ങളും മാത്രം. മറ്റ് യാതൊരു ഫുഡും കഴിക്കത്തില്ല. പാല് കഴിക്കത്തില്ല. പാൽ ഉൽപ്പന്നങ്ങളായിട്ട് തൈരായിട്ട് കഴിക്കത്തില്ല. മോര് മാത്രമേ കഴിക്കൂ. അങ്ങനെയായിരുന്നു ആ കാലഘട്ടം. പക്ഷേ എൻ്റെ ഒരു ജീവിതത്തിൽ ഉണ്ടായ ഒരു പ്രശ്നം, എൻ്റെ വെയിറ്റ് വല്ലാതെ കുറഞ്ഞു പോവുകയും ഞാൻ മെലിഞ്ഞു പോവുകയും ചെയ്തു. വല്ലാതെ വെയിറ്റ് ലോസ് ഉണ്ടായപ്പോൾ ഈ ഭക്ഷണ രീതിയിൽ നിന്ന് മാറാൻ തീരുമാനിച്ചു. പക്ഷേ എന്താ സ്ഥിതി, ഒരു മുട്ടയെങ്ങാനും കഴിച്ചു പോയാൽ അന്ന് ശ്വാസം മുട്ടിച്ചാകും. മാത്രമല്ല പിന്നെ പാലൊരല്പം ചേർത്ത് ഒരു ചായ കുടിച്ചാൽ അല്ലെങ്കിൽ കാപ്പി കുടിച്ചാൽ, ഞങ്ങളുടെ പ്രകൃതി കോഫിയുണ്ട്, അതിനകത്ത് പാല് ചേർത്ത് കുടിച്ചാൽ പോലും അപ്പോഴത്തേക്ക് ശ്വാസം മുട്ടുണ്ടാകും. ഇതൊന്നും കഴിക്കാൻ കഴിയില്ല. എന്നാൽ ഇന്ന് ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടാം. ആസ്മയില്ലാതെ ഞാൻ ജീവിക്കുന്ന, ആസ്മയുടെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഞാൻ ജീവിക്കുന്ന ഭക്ഷണത്തിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, പണ്ട് എനിക്ക് അലർജി ഉണ്ടാക്കുമായിരുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷണവും ഞാൻ കഴിക്കുന്നു. ദിവസം 3 മുട്ട വരെ ഞാൻ ഒരു ദിവസം കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ബീഫ് കഴിക്കുന്നുണ്ട്, ഫിഷ് കഴിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങളായ പനീർ, ബട്ടർ ഇവയെല്ലാം കഴിക്കുന്നുണ്ട്. വെജിറ്റബിൾസ് ധാരാളം കഴിക്കുന്നു. ഒരു ദിവസം എൻ്റെ ഭക്ഷണത്തിൽ 300 ഗ്രാം വെജിറ്റബിൾസ് ഉൾപ്പെടുത്തും. അത് 200 ഗ്രാമിൽ കുറയാൻ ഞാൻ അനുവദിക്കുകയില്ല. ഇലക്കറികൾ കഴിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ കഴിക്കാത്ത ചില കാര്യങ്ങൾ കൂടി പറയാം. കഴിഞ്ഞ 8 വർഷമായി ഉപയോഗിക്കാത്ത ചില കാര്യങ്ങളാണ്. ചോറ്, ചപ്പാത്തി ഇവയൊന്നും തന്നെ ഞാൻ ഉപയോഗിക്കുന്നില്ല. എന്നാലും ചില കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ചില സാധനങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ കഴിക്കും. കപ്പ അങ്ങനെയൊക്കെയുള്ള ചിലപ്പോൾ കഴിക്കും. പക്ഷേ അത് അധികം കഴിക്കാനായിട്ട് ഇടയാകുകയില്ല. അത് ഞാൻ ശ്രമിക്കുകയില്ല. പരമാവധി അത് കുറച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, ഞാൻ മുമ്പ് കഴിച്ചിരുന്ന ഭക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായ ഭക്ഷണ രീതിയിലോട്ട് പോയിട്ട് ആസ്മ ഗുഡ് ബൈ പറഞ്ഞു പോയതല്ലാതെ ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് എന്താണ് കാരണമെന്നുള്ളത് വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, നിങ്ങളുടെ കഴിക്കുന്ന ആഹാരം പചന വിധേയമാകുന്നുണ്ടോ, ദഹന വിധേയമാകുന്നുണ്ടോ, അത് ശരീരത്തിൽ നിന്ന് വിസർജനം നടക്കുന്നുണ്ടോ. രണ്ടാമത്തെ കാര്യം, വിസർജനം എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരം വിയർക്കുന്നുണ്ടോ. വിയർപ്പില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് ശരീരം വിയർപ്പിക്കുക എന്ന് പറയുന്ന കാര്യം ചെയ്യണം. അത് ജോലി ചെയ്ത് വിയർക്കാം. ഞങ്ങളൊക്കെയാണ് ഇവിടെ സ്റ്റീം ബാത്തൊക്കെയാണ് അതിന് വേണ്ടി കൊടുക്കുന്നത്. അത് തീർച്ചയായിട്ടും ശരീരം വിയർക്കണം. പിന്നെ നിങ്ങളുടെ അമിത ദുർമേധസ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പോകണം. നിങ്ങൾക്ക് പാൽ ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് പാല് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കുമ്പോഴും കഫക്കെട്ടുണ്ടെങ്കിൽ അതും കുറയ്ക്കണം. കഫം കൂടുതൽ വർദ്ധിപ്പിക്കുന്ന ആഹാര സാധനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. പക്ഷേ മത്സ്യമാംസമൊക്കെ കഫം വർദ്ധിപ്പിക്കുന്നതല്ലേ എന്ന് ചോദിച്ചാൽ, പകരം അതോടൊപ്പം കഴിക്കുന്ന ചോറും ചപ്പാത്തിയും കപ്പയും ഒക്കെ മാറ്റി വയ്ക്കുന്നത് കൊണ്ടാണ് കൂടുതൽ കഫം ഉണ്ടാകാത്തത്. കഫത്തിൻ്റെ പ്രശ്നമേ എന്നെ ഇപ്പോൾ അലട്ടുന്നില്ല. മുൻകാലങ്ങളിൽ എന്നും അത് പ്രശ്നമാണ്. അറിയാതെ എങ്ങാനും പാലിൻ്റെ അംശം അകത്ത് ചെന്നാൽ കഫക്കെട്ട് വല്ലാതെ കൂടുമായിരുന്നു. ഇപ്പോഴതുണ്ടാവുന്നില്ല. ഞാൻ പാല് നേരിട്ട് ഉപയോഗിക്കുന്നില്ല. എന്നാൽ മറ്റ് കാപ്പിയിലും മറ്റുമായിട്ട് പാൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഭക്ഷണ ക്രമീകരണങ്ങളിൽ ഒരു മാറ്റം വരുത്തുക. ലങ്സിൻ്റെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള എക്സസൈസ് ഉണ്ടാകുക. ശരീരം നന്നായി വിയർക്കാൻ അത് അനുവദിക്കുക. ടെൻഷൻ പൂർണ്ണമായി ആക്കുക. ആസ്മയുമായി ബന്ധപ്പെട്ട, ഞാൻ ആസ്മ എങ്ങനെ മാറുമെന്ന് പറയുന്ന എൻ്റെ പുസ്തകത്തിൽ മുമ്പ് എഴുതിയിട്ടുള്ള ഒരു കാര്യം ഇതാണ്. ഒരു ടീച്ചർ എൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നു. ആ ടീച്ചറിന് എപ്പോഴും കറുത്ത വാവിന് ആസ്മയുണ്ടാവും. യാതൊരു ശാസ്ത്രീയമായ പിൻബലവും അടിത്തറയുമുള്ള കാര്യമല്ലത്. അങ്ങനെ ഞാനത് തെളിയിച്ചിട്ടുണ്ട്. കാരണം കറുത്ത വാവിന് ആസ്മയുണ്ടാകും എന്ന് പറഞ്ഞാൽ അവരുടെ മൈൻഡ് കണ്ടീഷൻ ചെയ്യുകയാണ്. എനിക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ ബസ്സിൽ കയറി പോയാൽ ശ്വാസം മുട്ടും. ആ ബസ് ഭയങ്കര തിരക്കാണ്, കോളേജിൽ പഠിക്കുന്ന കാലത്ത്. അപ്പോൾ ആ ബസ്സിൽ നിന്ന് ഇറങ്ങും, അല്ലെങ്കിൽ ശ്വാസം മുട്ട് ഉറപ്പാണ്. തിയേറ്ററിൽ കയറിയാൽ ഇങ്ങനെ ടിക്കറ്റ് എടുക്കാനായിട്ട് ക്യൂ നിൽക്കുമ്പോൾ അവിടെ നിന്നാൽ ശ്വാസം മുട്ടും. ഞാൻ ടിക്കറ്റ് എടുക്കാതെ ക്യൂവിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട്. കാരണം ശ്വാസം മുട്ട് എന്ന് പറഞ്ഞാൽ ആസ്മ ഉറപ്പാണ്, ശ്വാസം മുട്ട്. അതായത് മൈൻഡ് കണ്ടീഷൻ ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. അത് ഈ കറുത്തവാവിന് ആസ്മ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ മനസ്സ് അങ്ങനെ കണ്ടീഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഈ ടീച്ചർ വെയിൽ കൊള്ളാനായിട്ട് വെളിയിൽ ഞങ്ങൾ സൺബാത്ത് എടുക്കാനായിട്ട് ഇരിക്കുകയാണ്, മറ്റു രോഗികളോടൊപ്പം ഇരിക്കുക. അപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ പരീക്ഷണ നിരീക്ഷണത്തിൻ്റെ അങ്ങനെ ഒരു താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ ഇന്ന് കറുത്തവാവാണ്, ഇതുവരെ ആസ്മ ഉണ്ടായില്ലല്ലോ. ഒരു 10-20 മിനിറ്റ് കൂടി ഇന്ന് വെയിൽ കൊണ്ടു. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ടീച്ചർ പെട്ടെന്ന് റൂമിലേക്ക് പോയി വലിക്കാൻ തുടങ്ങി. ഇതാണ് ഞാൻ പറഞ്ഞത്, മൈൻഡ് കണ്ടീഷൻ ചെയ്ത് മൈൻഡിനെ പവർഫുള്ളാക്കി വെച്ചിട്ട് ശ്വാസം മുട്ടിനെ ഒഴിവാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ് മൈൻഡ് കൂടി എന്ന് അറിയണം. പലർക്കും മാനസികമായ പിരിമുറുക്കങ്ങളും സമ്മർദ്ദങ്ങളും ശ്വാസം മുട്ട് വർദ്ധിക്കുന്നതിന് കാരണമാകും. അപ്പോൾ നല്ല ആരോഗ്യസ്ഥിതി ഉണ്ടാക്കുക, പൊണ്ണത്തടി കുറയ്ക്കുക, രണ്ടാമത് ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക,
നല്ല ഭക്ഷണം, പൊണ്ണത്തടി കുറയ്ക്കാനും ശ്വാസകോശത്തിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ ആയിട്ട് നല്ല ഭക്ഷണ രീതിയിലേക്ക് വരിക, നല്ല എക്സസൈസ് ചെയ്യുക. അതോടൊപ്പം തന്നെ മനസ്സിൻ്റെ പിരിമുറുക്കങ്ങളില്ലാതെ മെഡിറ്റേഷനും ധ്യാനം ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ പവർഫുള്ളാക്കി വയ്ക്കുക. ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ആസ്മയെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അതിന് നിങ്ങൾക്കിടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.